ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മണിപ്പാലിൽ വെച്ചായിരുന്നു അന്ത്യം. തിരുവനന്തപുരം ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ആദ്യ ഡയറക്ടറാണ്. ഹരി മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഹരി, എപ്പോഴായിരുന്നു അന്ത്യം? സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ഇന്നലെ രാത്രി 9:15 മണിപ്പാലിൽ വെച്ചായിരുന്നു അന്ത്യം. ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര വിവരങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അറിയാൻ കഴിയുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ആദ്യ ഡയറക്ടറായിരുന്നു വല്യത്താൻ. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയുമായിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചുകാരനാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അദ്ദേഹം MBBS നേടിയത്. MS പഠനം യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിലാണ്. തുടർന്ന് FRCS കൂടിയെടുത്ത ശേഷം തിരികെ നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ കുറച്ചു കാലം ജോലി ചെയ്തു. ജോലി കിട്ടിയപ്പോഴും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല. ഹൃദയ ശസ്ത്രക്രിയകളെ കുറിച്ച് ഉന്നത പഠനത്തിനായി ജോൺ ഹോപ്കിൻസ് അടക്കമുള്ള ഉന്നത വിദേശ സർവകലാശാലകളിലേക്ക് തിരികെ പോവുകയായിരുന്നു. ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ആദ്യ ഡയറക്ടർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ മലയാളികൾക്ക് കൂടുതൽ പരിചയം. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാഴ്ചപ്പാട് തന്നെ അദ്ദേഹം മാറ്റിയെടുത്തു. മെഡിക്കൽ സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയതും വല്യത്താനായിരുന്നു. വിദേശത്ത് നിന്നും വലിയ വില കൊടുത്തു വാങ്ങിക്കൊണ്ടിരുന്ന ഹൃദയവാൽവുകൾ ശ്രീചിത്രയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ ആദ്യമായി കുറഞ്ഞ വിലയ്ക്ക് വാൽവ് ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളുടെ മാറ്റ് വളരെ കൂടുതലാണ്. രക്തവാഹികൾ നിർമ്മിച്ച് വ്യാപകമാക്കിയത് മറ്റൊരു ഉദാഹരണം എന്ന നിലയ്ക്ക് പറയാൻ കഴിയും. ശ്രീചിത്ര വിട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലറായ ഡോക്ടർ വല്യത്താൻ പിന്നീട് ആ വഴിയിൽ നിന്ന് ആയുർവേദത്തിന്റെ ഗവേഷണത്തിലേക്ക് കടക്കുകയുണ്ടായി. അലോപ്പതി ഡോക്ടർമാരും ആയുർവേദക്കാരും തമ്മിൽ പലപ്പോഴും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറുള്ളപ്പോൾ രണ്ടിലും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് വല്യത്താൻ. ആയുർവേദവും അലോപ്പതിയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാവുന്ന പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. കോഴിക്കോട്ട് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് തുടങ്ങാനും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളെ ഏകീകരിക്കാനും പരിശ്രമിച്ചത് അദ്ദേഹമാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസിന്റെ ചെയർമാൻ കൂടിയായിരുന്നു. പത്മവിഭൂഷൺ ഉൾപ്പെടെ ഇന്ത്യയിലെയും വിദേശത്തെയും ധാരാളം ബഹുമതികൾക്ക് കൂടി അദ്ദേഹം അർഹനായിട്ടുണ്ട്. എന്തായാലും സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അമൃത. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.